പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതിഭീകരമായ യുദ്ധത്തിലേക്ക് ഏതൊരു നിമിഷവും പേർഷ്യൻ ഗൾഫ് മേഖല നീങ്ങുമോ അതോ അമേരിക്ക സമ്പൂർണ്ണമായി അവിടെ നിന്ന് പിന്മാറുമോ എന്നുള്ള അനിശ്ചിതത്വത്തിൻ്റെതാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ മുഖേന ട്രംപ് ഭരണകൂടത്തിന് ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ സമ്പൂർണ്ണമായും തള്ളിയതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത് ഇറാൻ്റെ പ്രതിനിധികൾ നൽകിയ മറുപടി ഞാൻ ഇപ്പോൾ വായിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പൂർണ്ണമായും അംഗീകരിക്കാനാവാത്തതാണ് എന്നായിരുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ ചില്ലറ ആക്രമണങ്ങളൊക്കെ ഇറാൻ അയൽ രാജ്യങ്ങളിലോട്ട് നടത്തിയതായിട്ടുള്ള വാർത്തകളും ആ സമയത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ സുപ്രധാനമായൊരു റിപ്പോർട്ട് ഇറാനെ UAE ആക്രമിച്ചു എന്നുള്ളതാണ്. ഈ ആക്രമണത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നായ ലെവാൻ ഐലൻഡിലെ റിഫൈനറി പൂർണ്ണമായും അഗ്നിക്കിരയായി. ഇപ്പോഴും തീ അണയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല, അത് കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വാർത്ത വാഷിംഗ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങളും ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു അടക്കമുള്ള ഇന്ത്യൻ പത്രങ്ങളുമെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത, ഈ ഒരു ആക്രമണത്തിന് വേണ്ടി UAEക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇസ്രായേലായിരുന്നു എന്നുള്ളതാണ്. ഈ വസ്തുത പുറത്തുവിട്ടതും മുകളിൽ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെയാണ്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 2800-ലേറെ മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ UAEയിലേക്ക് അയച്ചത്. ഇതിലേറെയും അവർ പ്രതിരോധിച്ചു, എന്നാൽ ചിലതൊക്കെ ലക്ഷ്യം കാണുകയും ചെയ്തു. ആ ലക്ഷ്യത്തിലെത്തിയ മിസൈലുകൾ UAEയിൽ കാര്യമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒട്ടനവധി ജനങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്നത് അമേരിക്കയ്ക്ക് അവിടെയുള്ള ക്യാമ്പുകളാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്നാണ്. പക്ഷേ ആക്രമണം നടത്തിയത് ഹോട്ടലുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും UAEയുടെ സാമ്പത്തിക കേന്ദ്രങ്ങളിലുമൊക്കെയായിരുന്നു. പലതവണ ഈ ആക്രമണങ്ങൾ നടന്ന വേളകളിൽ UAE ഇറാന് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിലും അവരത് കേട്ടതായിട്ട് പോലും ഭാവിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വളരെ മാരകമായൊരു തിരിച്ചടിയാണ് UAE ഇറാന് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ആക്രമണ പരമ്പരകൾ നടത്തി ഇറാൻ എന്ന രാജ്യത്തെ സമ്പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ്. അനിശ്ചിതമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം ഈ വിഷയത്തിൽ അമേരിക്കയിൽ കാര്യമായ പ്രതിസന്ധികളാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ആഗോള വ്യാപകമായി വലിയ സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും ഒക്കെ ഉണ്ടാവുകയും ലോകത്തെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഈ ഒരു സ്ഥിതിഗതികൾ വന്നെത്തിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളുടെ എല്ലാം കാരണക്കാരൻ എന്ന രീതിയിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ നിന്ന് പോലും രൂക്ഷമായ വിമർശനങ്ങളാണ് ട്രംപിന് നേരെ ഉണ്ടായത്. അപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് യുദ്ധം വളരെ അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു. അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയോടും ലോകത്തോടും ഇറാൻ 47 വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിക്കൽ വൈകിക്കൽ വൈകിക്കൽ, വീണ്ടും വീണ്ടും വൈകിക്കൽ. ഒടുവിൽ ബറാക് ഹുസൈൻ ഒബാമ പ്രസിഡന്റ് ആയപ്പോൾ അവർക്ക് വലിയ നേട്ടമുണ്ടായി. അദ്ദേഹം ഇറാനോട് നല്ലവനായിരുന്നു, മാത്രമല്ല വാസ്തവത്തിൽ അവരുടെ പക്ഷത്തേക്ക് തന്നെ മാറി നിന്നു എന്ന് പറയുന്നതാവും ശരി. ഇസ്രായേലിനെയും മറ്റ് എല്ലാ സഖ്യകക്ഷികളെയും അവഗണിച്ച് ഇറാനെ വീണ്ടും ശക്തിപ്പെടുത്തുന്ന ഒരു പുതിയ ജീവിതാവസരം ഒബാമ അവർക്ക് നൽകി. 100 കണക്കിന് ബില്യൺ ഡോളറുകളും മറ്റിതര സഹായങ്ങളും അദ്ദേഹം അവർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. ഒരു വേള 1.7 ബില്യൺ ഡോളറുകൾ അടങ്ങിയ പച്ച നോട്ടുകളുമായിട്ട് അദ്ദേഹം വിമാനത്തിൽ ടെഹ്റാനിലേക്ക് പോയി. ഒരു വെള്ളിത്തട്ടിൽ വെച്ച് എന്നതുപോലെ അവർക്ക് അദ്ദേഹം അത് കൈമാറി. വാഷിംഗ്ടൺ DC, വെർജീനിയ, മെറിലാൻഡ് എന്നിവിടങ്ങളിലെ എല്ലാ ബാങ്കുകളും കാലിയാക്കിയതുപോലെയായിരുന്നു അത്. അത്രയും പണമുണ്ടായിരുന്നു ആ വിമാനത്തിൽ. ആ പണം പറന്നിറങ്ങിയപ്പോൾ ഇറാനിലെ ഗുണ്ടകൾക്ക് അത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അത്തരമൊരു പണം അവർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും കാണുകയുമില്ല. സ്യൂട്ട് കേസുകളിലും ബാഗുകളിലും നിറച്ചാണ് അത് വിമാനത്തിൽ നിന്നും ഇറക്കിയത്. അവരുടെ ഭാഗ്യം കണ്ട് ഇറാനികൾക്ക് തന്നെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ ഏറ്റവും മരമണ്ടനെ കണ്ടെത്തി, ദുർബലനും ബുദ്ധിയില്ലാത്തവനുമായ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ. അത് നമ്മുടെ നേതാവായിരുന്നു. അദ്ദേഹം ഒരു ദുരന്തമായിരുന്നു. പക്ഷേ സ്ലീപ്പി ജോ ബൈഡനേക്കാൾ മോശമല്ല. 47 വർഷങ്ങളായി ഇറാനികൾ നമ്മെ കാത്തിരുത്തുകയും വഞ്ചിക്കുകയും ചെയ്തു. റോഡ് സൈഡ് ബോംബുകൾ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ കൊന്നൊടുക്കി, പ്രതിഷേധങ്ങളെ തകർത്തു. അടുത്തിടെ 42,000 നിരപരാധികളായ ആയുധമില്ലാത്ത പ്രതിഷേധക്കാരെ ഇറാൻ ഇല്ലാതെയാക്കി. ഇപ്പോൾ വീണ്ടും മഹത്തായ നമ്മുടെ രാജ്യത്തെ പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇനി അവർ ചിരിക്കില്ല. ഇതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച വരികൾ. അപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് ഇനി തയ്യാറല്ല. ചില ദിവസങ്ങളായിട്ടുള്ള മൗനം അത് ബലഹീനതയും ഭയവുമല്ല, സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള ചില അവസരങ്ങൾ കൂടി ഇറാന് നൽകുകയായിരുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ ഭാഷ്യം. പക്ഷേ അതും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ആക്രമണം തന്നെയാണ് ലക്ഷ്യം എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു.
അമേരിക്കൻ സൈനിക താവളങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ UAE-യിലെ വൻ ഹോട്ടലുകളിലേക്കും സാമ്പത്തിക സ്രോതസ്സുകളുടെ കേന്ദ്രങ്ങളിലേക്കും നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായും പലരും ചിന്തിക്കുന്നത് ഇരുവരും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണല്ലോ, പിന്നെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇറാൻ അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ്. ഇറാൻ എന്ന മുസ്ലിം രാഷ്ട്രത്തിന് മറ്റൊരു മുസ്ലിം രാഷ്ട്രമായ UAE എന്ന് പറയുന്ന രാജ്യത്തോട് തീർത്താൽ തീരാത്ത പകയാണ്. അതിന്റെ കാരണം അടിസ്ഥാനപരമായി ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. UAE അടക്കമുള്ള രാജ്യങ്ങൾ സുന്നി രാജ്യങ്ങളുമാണ്. അതിന്റെ പക വംശീയപരമായ ഗോത്ര പകയാണ് ഒന്നാമത്തേത്. അതുകൂടാതെ 2020 സംഭവിച്ച വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. അന്ന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും വിവിധ അറബ് രാജ്യങ്ങളും തമ്മിൽ ചരിത്രപ്രധാനമായ അബ്രഹാം ഉടമ്പടി എന്നൊരു കരാറുണ്ടാക്കി. ആദ്യഘട്ടത്തിൽ UAE, ബഹ്റിൻ എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ഈ കരാറിൽ ഒപ്പുവെച്ചത്. പിന്നീട് മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങളും ഇതിന്റെ ഭാഗമായി. സൗദി അറേബ്യ ഈ കരാറിൽ നേരിട്ട് ഒപ്പുവെച്ചില്ലെങ്കിലും ഇതിന്റെ പിൻപിൽ വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇസ്രായേലിന്റെ വിമാനങ്ങൾക്ക് തങ്ങളുടെ ആകാശ പരിധി ഉപയോഗിക്കുവാനുള്ള അനുമതി നൽകുക എന്നുള്ളതായിരുന്നു. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സാമ്പത്തിക സഹകരണവും വർദ്ധിപ്പിക്കുക, ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ശത്രുത അവസാനിപ്പിച്ച് നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ആരംഭിക്കുക എന്നുള്ള സുപ്രധാന വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്രായേലും അറബ് ലോകവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു മുന്നേറ്റത്തിന് തുടക്കമിട്ട സംഭവമായിരുന്നു ഇത്. അതുവരെ സൗദി അറേബ്യയിലും UAE-യിലും ഒക്കെയുള്ള ടെലിവിഷൻ പരമ്പരകളിൽ ജൂതന്മാരെ വളരെ മോശപ്പെട്ട ആൾക്കാരും ക്രിമിനലുകളും ഒക്കെയായി ചിത്രീകരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പൊടുന്നനെ അത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നു. അവരും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണ് എന്ന രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നു. നന്മയുടെ പ്രതീകങ്ങളായി അവരെ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള പരമ്പരകൾ പലതും വന്നു തുടങ്ങി. ചുരുക്കത്തിൽ പിന്നീട് സംഭവിച്ചത് ഈ അബ്രഹാം അക്കോർഡ് അല്ലെങ്കിൽ അബ്രഹാം ഉടമ്പടിയിൽ കൂടി കാലങ്ങളായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ ശത്രുവായി കണ്ട് നിരന്തരം ആക്രമണങ്ങൾ, സാമ്പത്തികമായും സൈനികമായുമുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തെ മാറ്റാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഫലം കാണുകയായിരുന്നു അതിലൂടെ. പക്ഷേ ഈ ഉടമ്പടിയോട് ഇറാനികൾക്ക് വലിയ വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ദുബായ് ലോക സമ്പദ്ഘടനയുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നതും അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. സാധാരണ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്കാരം UAE കെട്ടിപ്പടുക്കുകയും ലോകരാജ്യങ്ങളുടെ മുൻപിൽ അവരുടെ വാതായനങ്ങൾ അവർ തുറന്നിടുകയും ചെയ്തു. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും ദുബായ് ആകർഷിച്ചെടുത്തു. മതപരമായ കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് പോയി ലോകത്തെ മുഴുവനും സമഭാവനയോടെ കാണുക എന്നുള്ള ആശയം മുൻപോട്ട് വെക്കുന്ന UAE എന്ന രാഷ്ട്രത്തെ ഇറാനിലെ മതവാദികളായ ഖമേനിയുടെ ഭരണകൂടത്തിന് എക്കാലത്തും പകയായിരുന്നു, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ലഭിച്ച അവസരമെല്ലാം മുതലെടുത്ത് UAE-ക്കെതിരായി ഇറാൻ ഏകദേശം 2400-ലധികം മിസൈലുകൾ അയച്ചത്. അതിനുള്ള മറുപടിയായി ഇപ്പോൾ UAE ഇസ്രായേലിന്റെ സഹായത്തോടുകൂടി ഇസ്രായേലിന്റെ ആയുധങ്ങളും വിമാനങ്ങളും ഉപയോഗിച്ച് ഇറാനിൽ ചെന്ന് അവരുടെ ലാവൻ ദ്വീപിലെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്ന് കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. സംഘർഷം കനക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാരകമായ ആക്രമണങ്ങളായിരിക്കും ഇനി ലോകം കാണാൻ പോകുന്നത് എന്നാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ പ്രഖ്യാപിച്ച വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ടായിരുന്നു. അമേരിക്കയുടെ F-35A എന്ന കരുത്തുറ്റ യുദ്ധവിമാനം അത് തങ്ങൾ വെടിവെച്ചിട്ടു എന്നായിരുന്നു. അത് ഗൾഫ് ഓഫ് ഒമാനിൽ ഒരു F-35A ലൈറ്റ്നിംഗ് വിമാനം അടിയന്തര സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന 7700 എന്ന കോഡ്, അതിന് സ്ക്വാക്ക് 7700 എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കോഡ് നൽകുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഈ പോസ്റ്റ്. സത്യത്തിൽ ലോകം ഞെട്ടലോടുകൂടിയാണ് ഇറാനിൽ നിന്നും പുറത്തു വന്ന ആ പോസ്റ്റ് വായിച്ചത്. കാരണം F-35A എന്ന യുദ്ധവിമാനം അത്രമാത്രം കരുത്തേറിയതും അപകടകാരിയുമാണ്. ആ വിമാനം വെടിവെച്ച് വീഴ്ത്തി എന്ന് ഇറാന്റെ പ്രഖ്യാപനം വാസ്തവത്തിൽ ശരിയായിരുന്നോ എന്നുള്ളതാണ് പിന്നീട് ലോകം അന്വേഷിച്ചത്. F-35 വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? അതേക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു യുദ്ധവിമാനം ശത്രുവിന്റെ വെടിയേറ്റ് തകരുകയാണെങ്കിൽ പൈലറ്റ് ഒരിക്കലും തന്റെ സ്ഥാനം വെളിപ്പെടുത്തുന്ന 7700 എന്ന കോഡ് ഉപയോഗിക്കില്ല. പകരം അതീവ രഹസ്യമായി യുദ്ധമേഖലയിൽ നിന്നും പുറത്ത് കടക്കുവാനായിരിക്കും ശ്രമിക്കുക. എന്നാൽ ഇവിടെ സംഭവിച്ചത് തികച്ചും വ്യത്യസ്തമാണ്. സാങ്കേതിക തകരാർ, തുടർച്ചയായ 73 ദിവസത്തെ യുദ്ധസമ്മർദ്ദം മൂലം വിമാനത്തിനുണ്ടായ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഏവിയോണിക്സ് തകരാറാണ് ഇതിന്റെ കാരണം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സുരക്ഷിതമായ ലാൻഡിങ്ങിന് വേണ്ടി പൈലറ്റ് UAE-യിലെ അൽ ദാഫ്ര എയർബേസിലേക്ക് വിമാനം തിരിക്കുകയും സുരക്ഷിതമായി അവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. UAE ആകാശത്തേക്ക് കടന്നപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തതാണ് വിമാനം അപ്രത്യക്ഷമായി എന്നുള്ള വാർത്ത പ്രചരിക്കുവാൻ കാരണമായി മാറിയത്.
പക്ഷേ ഇറാന്റെ പ്രചരണം തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ ഇറാൻ നടത്തിയ ഒരു ഇൻഫർമേഷൻ ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളതാണ് പൊതുവായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇറാൻ അങ്ങനെ പറയുവാനുള്ള കാരണം അവർക്ക് പുതുതായി ലഭിച്ചിരിക്കുവാൻ സാധ്യതയുള്ള ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് എന്നാണ് ലോകം കണക്കാക്കുന്നത്. ഇറാന്റെ മജീദ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾക്ക് പകരം താപോർജം ഉപയോഗിച്ചുകൊണ്ടാണ് വിമാനങ്ങളെ കണ്ടെത്തുന്നത്. അതിലേക്ക് ചൈനീസ് സാങ്കേതിക വിദ്യ കൂടി ചേരുമ്പോൾ ഇത് F-35A പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും അമേരിക്കൻ വിമാനം തകർത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നത്. ഇതേ സമയം സാമ്രാജ്യങ്ങളുടെ തകർച്ചയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം വ്യക്തമാണ്: ആഗോള ശക്തി കേന്ദ്രങ്ങളിൽ മാറ്റമുണ്ടാകുന്നത് വലിയ ശബ്ദങ്ങളോടെയല്ല, മറിച്ച് അതീവ രഹസ്യമായി നടക്കുന്ന നീക്കങ്ങൾ കൂടിയാണ്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് 400-ലധികം DF-26 മിസൈലുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. എന്താണ് ഈ DF-26? ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ കാരിയർ കില്ലർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ലക്ഷ്യം അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളതാണ്. 4000 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തിരിച്ചടിക്കുവാൻ കഴിയുന്നതിലും എത്രയോ അകലെ ഇരുന്നു കൊണ്ട് ഈ മിസൈൽ വിക്ഷേപിക്കുവാൻ ഇറാന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ കൃത്യമായി പിന്തുടർന്ന് തകർക്കുവാൻ ശേഷിയുള്ള അത്യാധുനിക ഗൈഡൻസ് സംവിധാനമാണ് ഇതിനകത്തുള്ളത്. ഇതിനെ തടയുവാൻ നിലവിലെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല. അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ പ്രതീകമായ USS ജെറാൾഡ് ആർഫോർഡ് എന്ന വിമാനവാഹിനി കപ്പൽ പേർഷ്യൻ ഗൾഫിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഇത് വെറുമൊരു സ്ഥാനം മാറ്റലല്ല, മറിച്ച് പിൻവാങ്ങലാണ്. $13 ബില്യൺ വിലമതിക്കുന്ന 5000 സൈനികരുള്ള ഒരു കപ്പൽ ഈ മിസൈലുകളുടെ പരിധിയിൽ സുരക്ഷിതമല്ല എന്നുള്ള വാഷിംഗ്ടന്റെ തിരിച്ചറിവും തുറന്നു പറച്ചിലുമാണ് ഈ പിന്മാറ്റത്തിന്റെ പിൻപിലുള്ളത് എന്നാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെയൊരു നീക്കം നടത്തിയത്? യുക്രൈൻ, തായ്വാൻ, കൊറിയ എന്നിവിടങ്ങളിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്ന അമേരിക്കയുടെ പരിമിതി ചൈനയ്ക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇത്തരം ആയുധ കൈമാറ്റങ്ങൾ ഈ സമയത്ത് പാടില്ല എന്നുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ ചൈന പാടെ അവഗണിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രതികരണം വെറും പ്രസ്താവനകളിൽ ഒതുങ്ങുമെന്ന് ചൈനയ്ക്ക് വ്യക്തമായിട്ടറിയാം. ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധം അത് വെറും എണ്ണ കച്ചവടത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു സൈനിക സഖ്യമായി മാറി എന്നുള്ളത് ഈ നീക്കം ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ അമേരിക്കൻ കപ്പലുകൾ പിൻവാങ്ങുന്നതോടുകൂടി ഗൾഫ് മേഖലയിൽ ചില നിർണായക മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയും കാലം അമേരിക്കൻ സംരക്ഷണത്തിൽ വിശ്വസിച്ചിരുന്ന സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ സുരക്ഷാ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കുവാൻ നിർബന്ധിതരാവുകയാണ്. അവർ ഇറാനുമായി ഒരുപക്ഷെ നേരിട്ട് ചർച്ചകൾക്ക് മുതിർന്നേക്കാം. ലോകത്തിലെ 30% എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിലാണ്. ഇവിടുത്തെ സുരക്ഷാ ഭീഷണി ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിക്കുവാൻ ഇനിയും കാരണമായി മാറും. അമേരിക്കയുടെ ശ്രദ്ധ ഗൾഫിലേക്ക് തിരിയുന്നത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഗുണകരമായി ഭവിക്കുവാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ കഴിഞ്ഞ 80 വർഷമായി അമേരിക്കൻ താൽപ്പര്യങ്ങൾ എവിടെയുണ്ടോ അവിടെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് സുരക്ഷിതമായി എത്തുവാൻ കഴിയും എന്നുള്ളതായിരുന്നു ആഗോള സൈനിക ക്രമീകരണത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ആ വിശ്വാസം ഇന്ന് തകർക്കപ്പെട്ടിരിക്കുന്നു. 400 മിസൈലുകൾ ഇറാന്റെ മണ്ണിലെത്തിയതോടുകൂടി അമേരിക്കയുടെ പവർ പ്രൊജക്ഷൻ അസാധ്യമായി മാറിയിരിക്കുന്നു. ഇത് ലോകക്രമത്തിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുവാൻ പോകുന്നത്. വാഷിംഗ്ടൺ സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിലും അമേരിക്കൻ സ്വാധീനത്തിന്റെ അതിരുകൾ പിന്നോട്ട് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്.